പുതിയ പവർ ടീം ജിൻഡോ ദി ഗെയിം ചേഞ്ചർ, ജാസ്മിൻ ഇമോഷണൽ സീൻ, ഈദ് സെലിബ്രേഷൻ, സിബിങ് ടാക്ടിക് മൂവ്, അങ്ങനെ ഒരേ ടൈം പല കണ്ടന്റുകൾ ഉൾപ്പെട്ട ദിവസം. ഗെയിം ചേഞ്ചറായി ജിൻഡോ ആയിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ഇന്നലത്തെ താരം. ഇത്രയും ദിവസം ജിൻഡോ സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണെങ്കിൽ ഇന്നലെ അങ്ങനെയല്ല. മത്സരാർത്ഥികൾ ജിൻഡോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ജിൻഡോ മതി എന്നായിരുന്നു ഭൂരിഭാഗത്തിനും. അതിലേക്ക് ഡീറ്റെയിൽ ആയി വരാം. മറ്റൊന്ന്, ജാസ്മിൻ ഗബ്രി കോംബോ ഈ ആഴ്ചയോടുകൂടി ഏതാണ്ട് തീരുമാനമാകുമെന്ന അവസ്ഥയിലാണ്. ഗബ്രിക്ക് ഈ കോംബോ മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിലും ജാസ്മിൻ ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഗബ്രിയെ ഒഴിവാക്കണമെന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. വൈൽഡ് കാർഡായി വന്ന സിബിന്റെ കുബുദ്ധി മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു പാരയാകുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലെ 32ാമത്തെ ദിവസം. ആദ്യം തന്നെ പവർ ടീം ചാലഞ്ച് ടാസ്കിലേക്ക് പോകാം. പവർ വലി അഥവാ വടം വലി. ടണൽ ടീമും നിലവിലെ പവർ ടീമും തമ്മിലായിരുന്നു മത്സരം നടന്നത്. പേര് പോലെ തന്നെ വടം വലിക്കുക. വെറുതെ ഒരു വടം വലിയാണെന്ന് കരുതരുത്. ബുദ്ധി ഉപയോഗിച്ചാൽ ഏത് ടീമിനും ജയിക്കാം. അതുപോലെയാണ് ബിഗ് ബോസ് ടാസ്ക് നൽകിയത്. വടം വലിക്കാൻ സപ്പോർട്ടിനായി മറ്റു ടീമിന്റെ സഹായം തേടാം. ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി ആ അവസരം ടീമുകൾ മുതലെടുത്തു. കാരണം 19 മത്സരാർത്ഥികളിൽ ഫിസിക്കലി ഫിറ്റായ ഒരാളാണ് ജിൻഡോ. ജിൻഡോ ഉണ്ടെങ്കിൽ ആ ടീം ജയിച്ചു എന്ന് തന്നെ പറയാം. ജിൻഡോയെ ടീമിലേക്ക് കിട്ടുന്നതിനായി മാക്സിമം പവർ ടീമും ടണൽ ടീമും ശ്രമിച്ചിരുന്നുവെങ്കിലും ബുദ്ധിപരമായി നീങ്ങിയതുകൊണ്ട് ആ ചാൻസ് ടണലിനാണ് ലഭിച്ചത്. അവിടെയാണ് ജിൻഡോ ഗെയിം ചേഞ്ചർ ആകുന്നത്. മറ്റൊന്ന് ടീം നെസ്റ്റ് ആണ്, അതായത് സിബിന്റെ ടീം. ഉള്ളത് പറയാലോ, അവർ കൃത്യമായി കിട്ടിയ ചാൻസ് മുതലാക്കി. രണ്ട് ടീമിനോടും ഒരേ ഒരു കാര്യമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായി ആവശ്യപ്പെട്ടത്. ടീമിലുള്ള ആരെയും എവിക്ഷനിൽ നോമിനേഷൻ ചെയ്യരുത്. ബുദ്ധിയുള്ള ടണൽ ടീം ആവശ്യം അംഗീകരിച്ചതുകൊണ്ട് തന്നെ നെസ്റ്റ് ടണലിനെ പിന്തുണച്ചു. ഒപ്പം ഇൻഡിപെൻഡന്റ് ആയി ജിൻഡോയും. സ്വാഭാവികമായും അവിടെ ടണൽ ടീമാണ് ജയിച്ചത്. സംഭവം ചാലഞ്ച് ടാസ്ക് ആയിരുന്നുവെങ്കിലും ബുദ്ധിപരമായി നീങ്ങിയത് ടീം നെസ്റ്റ് ആണ്. സേഫ് ആക്കി അവരുടെ സൈഡ്. എവിക്ഷൻ നോമിനേഷനിലേക്ക് നെസ്റ്റിലെ ആരെയും ടണൽ നോമിനേറ്റ് ചെയ്യില്ല. പവർ ടീം അക്കാര്യം അംഗീകരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ ജയിച്ചേനെ. എന്തായാലും പുതിയ പവർ ടീമായി ടണലാണ് എത്താൻ പോകുന്നത്. അതായത് ശരണ്യ, ഋഷി, പൂജ, ജാൻമണി, അഭിഷേക് ശ്രീകുമാർ. നിലവിലെ പവർ ടീമിനെ വെല്ലുന്നതായിരിക്കുമോ പുതിയ ടീമെന്ന് ഇനി കണ്ടറിയാം. ഇതിനോടകം പൂജ ഓപ്പൺ നോമിനേഷനിൽ ഗബ്രിയെ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡിപ്പെൻഡഡ് ആയി ഗെയിം കളിക്കുന്നു എന്നാണ് കാരണമായി പറയുന്നത്. ഒരുപക്ഷെ ഇത് ഡയറക്റ്റ് നോമിനേഷനിലേക്കും ഗബ്രിയെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരൊറ്റ ടാസ്കിലൂടെ ഹീറോയായി മാറിയത് സത്യത്തിൽ ജിൻഡോയാണ്. ജിൻഡോ ഉണ്ടെങ്കിൽ ആ ടീം ജയിക്കുമെന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ അവിടെയാണ് ജിൻഡോ ഗെയിം ചേഞ്ചർ ആകുന്നത്. ഇനി ജാസ്മിനിലേക്ക് വരാം. ഓൾറെഡി സായ് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെ ഈ ആഴ്ച മുഴുവൻ ജാസ്മിൻ ഇമോഷണലി വീക്കാണ്. ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആക്റ്റീവായി നടക്കുന്നത്. സായി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇടയ്ക്ക് അലട്ടുന്നത് കൊണ്ടാണ് ജാസ്മിൻ ഗബ്രിയോട് ബിഗ് ബോസ് നെക്സ്റ്റ് വീക്ക് എലിമിനേഷനിൽ പുറത്താകണമെന്ന് പറയുന്നത്. 9 വർഷമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, താൻ പോയാലാണ് ഗബ്രിക്ക് ഗെയിം കളിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സിമ്പതി ട്രാക്ക് പിടിക്കുന്നതാവാൻ സാധ്യത കൂടുതലാണ്. നിലവിൽ ആവശ്യത്തിന് ഹേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് വിധേനയും അത് മാറ്റിയെടുക്കുന്നതിനായി ജാസ്മിൻ മാറ്റിപ്പിടിച്ച റൂട്ടാകുവാനും സാധ്യതയുണ്ട്. അവിടെയാണ് ഗബ്രി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് സ്ട്രോങ് ഗെയിമർ ആയതുകൊണ്ടാണ് ഇമോഷണലി ടാർഗറ്റ് ചെയ്യുന്നതെന്നും അതിൽ പോയി പെടരുതെന്നും ഇനിയെങ്കിലും താൻ പറയുന്നത് കേൾക്കാനൊക്കെ ഗബ്രി പറയുന്നുണ്ട്. കൃത്യമായി വന്നവരുടെ ഉൾപ്പെടെ ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കിയാണ് ഗബ്രി ഇക്കാര്യങ്ങൾ പറയുന്നത്. നല്ലപോലെ ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് ഗബ്രി മനസ്സിലാക്കിയിട്ടുണ്ട്. ഗബ്രി പറയുന്നത് മുഴുവൻ കേൾക്കുന്ന ജാസ്മിനെ ഇക്കാര്യം മാത്രം ചെവി കൊള്ളാത്തത് പണിയാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി ബിഗ് ബോസ് വീട്ടിലെ ഈദ് ആഘോഷം. പ്രേക്ഷകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ബിഗ് ബോസ് ഈദ് പ്രമാണിച്ച് ഒരുക്കിയത്. ഡാൻസും പാട്ടും ഒക്കെയായി ഒരു ഹാപ്പി ഡേ. ജാസ്മിൻ, നോറ, റസ്മിൻ, അൻസിബ ഇവരുടെയൊക്കെ ഫാമിലി ഈദ് വിഷ് അറിയിച്ചതുൾപ്പെടെ ഒരു സർപ്രൈസ് ആയിരുന്നു. അതിനിടയിലും ടാസ്ക് നൽകാൻ ബിഗ് ബോസ് മറന്നില്ല. ഇന്ത്യ ഗേറ്റ് സ്പോൺസേർഡ് ടാസ്ക്. വടക്ക് കേരളം, തെക്ക് കേരളം, മധ്യ കേരളം എന്നിങ്ങനെ ടീമുകളായി തിരിഞ്ഞ് തന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏറ്റവും ഭംഗിയായി ടേബിളിൽ സെറ്റ് ചെയ്യുക. ശേഷം അത് ജാസ്മിൻ, നോറ, അൻസിബ എന്നിവർക്ക് വിളമ്പണം. വിളമ്പിയാൽ മാത്രം പോരാ, അതാത് മേഖലയിലെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് സൽക്കരിക്കുകയും വേണം. ഏത് ടീമാണോ ഏറ്റവും നല്ല രീതിയിൽ സൽക്കരിച്ചത് അവർ ടാസ്കിൽ വിജയിക്കും. ഉള്ളത് പറയാലോ, 3 ടീമും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ബെസ്റ്റായി തന്നെ ടാസ്ക് ചെയ്തിരുന്നു. അടുത്തത് കൾച്ചറൽ പ്രോഗ്രാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അതുപോലെയാണ് ഓരോരുത്തരും പെർഫോം ചെയ്തത്. സത്യം പറഞ്ഞാൽ 19 പേരും അടിയില്ലാതെ മതിമറന്ന് ആഘോഷിച്ച ഒരു ടൈമായിരുന്നു അത്. ഇതിനിടയിലും ജാസ്മിൻ ഇമോഷണലി ഡൗൺ ആകുന്നുണ്ട്. ഫാമിലി വിഷ് പ്ലാസ്മ ടിവിയിൽ കാണിക്കുമ്പോൾ തന്നെ ജാസ്മിന്റെ ഫേസ് അത്ര സുഖത്തിലായിരുന്നില്ല.
കുറ്റം പറയാൻ പറ്റില്ല, കാരണം താൻ ചെയ്ത ഓരോന്നും ഫാമിലിയെ വരെ ബാധിച്ചു എന്നറിഞ്ഞ് ജാസ്മിന് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സ്വാഭാവികമായും അവർ ദേഷ്യം മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെയാണ് തോന്നുക. അതുകൊണ്ടാണ് ഗബ്രിയോട് അക്കാര്യം പറയുന്നത്. ബാക്കിയുള്ള ഫാമിലി മുഴുവൻ ഹാപ്പിയായി സംസാരിച്ചപ്പോൾ തന്റെ ഫാമിലി മാത്രം ഗൗരവത്തോടെയാണ് സംസാരിച്ചതെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അവിടെയും ഗബ്രി മാക്സിമം ജാസ്മിനെ ഇമോഷണൽ എന്നതിൽ നിന്നും മാറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മറ്റൊന്ന് സിബിൻ ടീമിന്റെ ആക്ടിംഗ് ആണ്. ബിഗ് ബോസ് വീട്ടിലെ ചില സംഭവങ്ങൾ, ചില ആളുകൾ എന്നിവരെ അഭിനയിച്ച് കാണിക്കലായിരുന്നു ഈ ആക്ട്. മാക്സിമം നെസ്റ്റ് ജാസ്മിനെയും ഗബ്രിയെയും തേച്ചൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എപ്പിസോഡ് വിലയിരുത്തുമ്പോൾ ജിൻഡോ തന്നെയാണ് ആ ദിവസത്തെ മുഴുവൻ കയ്യടി നേടിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഗെയിം ചേഞ്ചിങ് ആസ് എ ഗെയിമർ എന്ന നിലയിൽ ജിൻഡോയ്ക്ക് 100 മാർക്ക് കൊടുക്കണം. മറ്റൊന്ന് ജാസ്മിൻ തന്നെയാണ്. ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ ജാസ്മിൻ പെട്ടെന്ന് തന്നെ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അത് ഗെയിമിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രികളിൽ സിബിൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. ഒരാളാണോ രണ്ടാളാണോ പുറത്തു പോകുക എന്നൊക്കെ അറിയാൻ ഒറ്റ ദിവസം മതി. ഇതിനിടയിൽ പനിയായി പോയ രസ്മിന്റെയും അതുപോലെ സിജോയുടെയും യാതൊരു വിവരവും ഇതുവരെയില്ല. രസ്മിൻ പനിയായിട്ടാണ് പുറത്തു പോയതെങ്കിലും ഇതുവരെ ബിഗ് ബോസ് അക്കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. സിജോ പുറത്തു പോയപ്പോൾ ആരും അന്വേഷിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ലാലേട്ടൻ ബാക്കി മത്സരാർത്ഥികളോട് ദേഷ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം മത്സരാർത്ഥികൾ ആരും തന്നെ ഇതുവരെ രസ്മിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ലാലേട്ടൻ വരുന്ന ദിവസം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ.